മാഡം, എന്താടി ജോലിയൊന്നും ഇല്ല ഇവിടെ? നുള്ളിത്തൊലിച്ചോണ്ടിരിക്കുന്നു. ഓ, മാഡം പകൽക്കിനാവ് കാണുമായിരിക്കും. ഞാൻ വന്നത് തടസ്സമായോ ആവോ? അല്ല, ബ്രോക്കർ കൊണ്ടുവന്ന കല്യാണ ആലോചനയിൽ നിന്റെ ഫോട്ടോയും കൂടി വന്നപ്പോഴേ ഇനി തൃച്ചംബരത്തെ കെട്ടിലമ്മയായാ കൊള്ളാന്ന് വല്ല മോഹവും വന്നോ മനസ്സില്? അല്ല, അങ്ങനെ വന്നാലും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ തന്നെ ആൾക്കാരുണ്ടല്ലോ. മയക്ക് ഇട്ടേക്കല്ലേ ആമ്പിള്ളേരെ രണ്ടെണ്ണത്തിനെ. മാഡം, ദേവി ഇതിങ്ങനെയൊന്നും സംസാരിക്കരുത്. വലിയ എനിക്ക് എന്റെ ദൈവത്തിന്റെ സ്ഥാനത്താ. ദൈവത്തിന് ആരും മയക്കാനും എടുക്കാനും പോവാറില്ല. ഓ മതിയടി മതി. ദൈവത്തെ പ്രണയിച്ച കഥകളും ഉണ്ട് പുരാണത്തിൽ ഒരുപാട്. അതില് കുറെയൊക്കെ എനിക്കും അറിയാം. അതുപോലെ അല്ലേടി നീ ദിവസവും ചെമ്പരത്തിപ്പൂവും വെച്ച് ഓരോരുത്തരുടെ പാദപൂജ ചെയ്യാൻ പോകുന്നത്? മാഡം പ്ലീസ്, ഞാൻ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പെണ്ണാണ്. അങ്ങനെയുള്ള എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ സങ്കടമുണ്ട്. ദേവി ഇതെന്റെ സ്വസ്ഥത തകർക്കരുത്. ഓ കല്യാണം. ആ കല്യാണം നടക്കില്ലെന്ന് ഞാൻ നിന്നോടൊരു 100 പ്രാവശ്യം പറഞ്ഞതല്ലേ? ഞാനെന്താടി തമാശ പറയാന്ന് നീ വിചാരിച്ചോ? അല്ലെങ്കിൽ തന്നെ ആ ബ്രോക്കർ കൊണ്ടുവന്ന പെൺകുട്ടികളുടെ ഫോട്ടോകളിൽ നിന്റെ ഫോട്ടോ കൂടി വന്നപ്പോ അഖിലാണ്ടേശ്വരി ആടിയ താണ്ഡവം നീ കണ്ടതല്ലേ? അപ്പോ ആനന്ദ് നിന്റെ കഴുത്തിൽ താലി ചാർത്തുന്ന വീഡിയോ കണ്ടാലോ? ഒന്ന് ഞെട്ടിയല്ലേ നീ? നിനക്കറിയാം അങ്ങനെയാണെങ്കിൽ അടുത്ത സീനിൽ ഒരു ശവം വീഴുമെന്ന്. പിന്നൊരു ആത്മഹത്യ ഡ്രൈവർ ദാസിന്റെ. എല്ലാം കൂടി സംഗതി നല്ല ചേലായിരിക്കും. സത്യം പറഞ്ഞ അതൊക്കെ കാണാൻ ഈ വിലാസിനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അതിനേക്കാൾ ഇഷ്ടം നിങ്ങളുടെ ഈ മഹാരഹസ്യം അറിയാവുന്ന എന്നെ കാണുമ്പോ നിന്റെയും ആനന്ദിന്റെയും മുഖത്തുണ്ടാകുന്ന ഒരു ഭയമില്ലേ, അത് കാണുന്നതാ. എവിടെ നോക്കട്ടെ. ആനന്ദ് താലി ചാർത്തുമ്പോ ഈ മുഖത്ത് വിടർന്ന ഭാവം ഒന്ന് ഞാൻ കാണട്ടെ. കാണിക്കേ. മതി നിർത്ത നിന്റെ ഈ പൂങ്കണ്ണീരൊക്കെ. തൽക്കാലം ഞാനൊന്ന് അടങ്ങി നിൽക്കും. ഇന്ന് വെച്ച് ഞാനതൊരിക്കലും അഖിലാണ്ടേശ്വരിയോട് പറയില്ലെന്ന് നീ തെറ്റിദ്ധരിക്കണ്ട. സമയവും സന്ദർഭവും നോക്കി ആ തുറുപ്പിച്ചിട്ട് ഞാൻ കളത്തിലിറക്കും നിന്റെ അവസാനം കാണാൻ. പിന്നെ അത് എത്ര നാൾ നീണ്ടു പോകുമെന്നുള്ളത് നീ എന്നോട് പെരുമാറുന്ന അനുസരിച്ചിരിക്കും. ഇപ്പൊ നീ എനിക്കൊരു ക്യാരറ്റ് ജ്യൂസ് അടിച്ചോണ്ട് വാ. നിന്റെ ഈ കണ്ണീര് വീഴ്ത്തി ഉപ്പ് കൂട്ടിയിട്ടല്ല, നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് മധുരം കൂട്ടി കൊഴുപ്പിച്ച്. പെട്ടെന്നാവട്ടെ. ഒരു പെൺകുട്ടി എന്റെ മകന്റെ അരികിൽ നിൽക്കണമെങ്കിൽ പോലും വേണം അവൾക്കൊരു മിനിമം യോഗ്യത. ഇതൊരുമാതിരി. അവന്റെ അരികിലിരുന്ന് അവൻ താലി കെട്ടുന്ന പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്.
വെറും ഒരു പാഴ് സ്വപ്നത്തിലാണെങ്കിൽ പോലും ആ സ്ഥാനത്ത് വെറും ഒരു സെർവന്റിനെ അഖിലാണ്ടേശ്വരി സഹിക്കില്ല, ക്ഷമിക്കില്ല അഖിലാണ്ടേശ്വരി. ആന്റി, ആ വാ മോളെ. ഞാൻ നിന്നെ വിളിപ്പിക്കാൻ ഒരുങ്ങിയതായിരുന്നു, അപ്പോഴേക്കും ആളെത്തി. ഇരിക്കെ. ഇത് നിങ്ങളുടെ എൻഗേജ്മെന്റ് കാർഡിന്റെ പ്രൂഫാ. സിംപ്ലി മലയാളത്തിലാക്കാന്ന് വെച്ചു. പ്രൂഫ് നോക്കുന്ന സമയത്ത് നീയും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെന്ന് കരുതി നിന്നെ വിളിപ്പിക്കാൻ ഒരുങ്ങിയതാ. ദേ, എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഇത് എഴുത്തു മാത്രോ, ഡിസൈനും കളറും ഒക്കെ വേറെ ഗംഭീരമായിട്ട് വരും. എഴുത്തിൽ അക്ഷരത്തെറ്റുകൾ ഉണ്ടോന്ന് മാത്രം നോക്കിയാൽ മതി. ഇല്ല, തെറ്റൊന്നുമില്ല, എല്ലാം ശരി തന്നെ ആന്റി. ഗ്രേറ്റ്. ആ, അപ്പൊ ഇത് പ്രിന്റ് ചെയ്യാൻ പറയാലോ അല്ലേ? സോറി ആന്റി, എനിക്കൊരു കാര്യം, ഐ മീൻ ഉടനെ ഈ നിശ്ചയം വേണ്ടെന്നാ എന്റെ ഒരു തോന്നൽ. വാട്ട്? നീ എന്തൊക്കെയാ നന്ദന ഈ പറയുന്നത്? നിശ്ചയത്തിന്റെ ഡേറ്റ് എടുത്ത് കാർഡൊക്കെ പ്രിന്റ് ചെയ്യാൻ നിൽക്കുക. അപ്പോഴെന്താ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ? നിനക്കിപ്പോ എന്താ പറ്റിയത്? കമല, പറയൂ, എന്താ നന്ദന? ടെൽ മീ ദ ട്രൂത്ത്. അരവിന്ദ് വീണ്ടും എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ? ഏയ്, അങ്ങനൊന്നും അല്ല ആന്റി, അരവിന്ദ് കുഴപ്പമൊന്നും കാണിച്ചില്ല. എനിക്ക് ഇങ്ങനൊരു തോന്നലുണ്ടെന്ന് പോലും അരവിന്ദിന് അറിയില്ല. പിന്നെ നീ കാര്യം പറ. വാട്ട്സ് ബ്രൂഡിംഗ് ഓവർ യു? നത്തിങ്. ആന്റി വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പമില്ല. അരവിന്ദ് ഒരുപാട് മാറിക്കഴിഞ്ഞു. പഴയതുപോലൊന്നും അല്ല ആന്റി എന്നോട് പെരുമാറുന്നത്. എന്നോടിപ്പോ നല്ല അടുപ്പാ കാണിക്കുന്നേ. ദാറ്റ്സ് ഗുഡ്. പിന്നെന്തിനാ നീ നിശ്ചയം വേണ്ടാന്ന് പറയുന്നേ? നിശ്ചയം വേണ്ടെന്നല്ല ആന്റി, ഡേറ്റിന്റെ കാര്യത്തിലാ ടെൻഷൻ. ഇപ്പൊ തീരുമാനിച്ച ഡേറ്റിൽ നിന്ന് ഒരു മാസമെങ്കിലും നീട്ടിവെച്ചാ കൊള്ളായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത്. ബട്ട് വൈ? എന്തിനു നീട്ടിവെക്കണം? അതിനൊരു കാരണം വേണ്ടേ? റീസൺ? കാരണം എന്റെ അച്ഛനമ്മയും തന്നെയാ. അവരാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള റീസൺ. നീ എന്തൊക്കെയാ നന്ദന ഈ പറയുന്നേ? കുറച്ചു മുമ്പും മഹേശ്വരി എന്നെ ഫോൺ വിളിച്ച് വച്ചതേ ഉള്ളൂ. അപ്പോഴൊന്നും മഹേശ്വരി ഡേറ്റ് മാറ്റുന്നതിനെ കുറിച്ചോ എന്തെങ്കിലും ഡേറ്റ് പ്രശ്നത്തെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. അവരത് പറയില്ല ആന്റി. ആന്റി തീരുമാനിച്ച ഡേറ്റ് മാറ്റിവെക്കാൻ അവരൊരിക്കലും പറയില്ല. പകരം അവര് പോയ ബിസിനസ് ഡീല് പകുതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് വരും. പോയ കാര്യം നടത്തിയിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറയുന്നൊന്നും അവര് ചെവിക്കൊള്ളുന്നില്ല. അതാ ഞാൻ പറഞ്ഞ, എങ്ങനെയെങ്കിലും ഈ നിശ്ചയം ഒരു മാസം ഒന്ന് നീട്ടി വെച്ചിരുന്നെങ്കിൽ അവര് പോയ ബിസിനസ് ഡീൽ അർപ്പിച്ചിട്ട് വന്നേനെ. അതുകൊണ്ട് മാത്രം എന്റെ റിക്വസ്റ്റ്. പ്ലീസ് ആന്റി, പ്ലീസ്. നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു നന്ദന. ബിസിനസിന്റെ കാര്യത്തിൽ നീ കാണിക്കുന്ന ഈ ഉത്തരവാദിത്വത്തിന്റെ 1/4 പോലും അരവിന്ദിനില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് സന്തോഷിച്ചേനെന്നറിയോ നിനക്ക്? യു ഡോണ്ട് വറി ആന്റി. ഒട്ടും താമസിയാതെ തന്നെ അങ്ങനെ ഒരു അരവിന്ദിനെ ആന്റിയുടെ മുന്നിൽ ഞാൻ കൊണ്ട് നിർത്തും. ഇപ്പൊ എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പാ. സോറി മോളെ, സത്യം പറഞ്ഞ എനിക്കതിലൊന്നും ഒരു പ്രതീക്ഷയുമില്ല. പിന്നെ ഈ നിശ്ചയം നീട്ടിവെക്കുന്നത് കൊണ്ട് നിനക്കാണ് കൂടുതൽ റിസ്ക്, അതോർമ്മ വേണം. അറിയാലോ അരവിന്ദിനെ, ഏത് നിമിഷം വേണമെങ്കിലും അവന്റെ മനസ്സ് മാറാം. ഒരു കഥയില്ലാത്ത ചെക്കന്. ആന്റി ടെൻഷൻ അടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഐ എം വെരി മച്ച് ഓപ്റ്റിമിസ്റ്റിക്. ഓക്കെ, ഗുഡ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ.
അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞതുപോലെ നിശ്ചയം 1 മാസത്തേക്ക് നീട്ടിവെക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. ഇപ്പൊ തന്നെ ഈ വിവരം നീ മഹേശ്വരി വിളിച്ച് പറഞ്ഞോളൂ. അവര് പോയ ബിസിനസ് സമാധാനമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരട്ടെ. എന്താ? താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. മാഡം വലിയ ചിന്തയിലാണ് തോന്നുന്നല്ലോ. എന്ത് തന്ത്രം ഉപയോഗിച്ച് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കുക എന്നുള്ള ചിന്തയിലായിരിക്കും അല്ലേ? ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ആന്റിയോട് പറഞ്ഞ് നിശ്ചയം 1 മാസത്തേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോ തന്ത്രം ആലോചിച്ച് മെനക്കെടേണ്ട ആവശ്യമില്ല. സത്യമാണോ നീ പറയുന്നത്? അതെ, നിനക്ക് എന്നെ വിശ്വാസമില്ലെങ്കിൽ ആന്റിയോട് തന്നെ ചെന്ന് ചോദിച്ചു നോക്ക്. അപ്പൊ നിനക്ക് വിശ്വാസാവും. ഓക്കെ ഓക്കെ, ഞാൻ വിശ്വസിച്ചു. ദേ എന്നാ പറ, അമ്മ നീ എന്ത് പറഞ്ഞിട്ടാ കാര്യങ്ങളൊക്കെ വിശ്വസിപ്പിച്ചേ? ബിസിനസ് ടൂറിന് പോയ എന്റെ അച്ഛനും അമ്മയും വന്നിട്ട് മതി നിശ്ചയം എന്ന് ഞാൻ ആന്റിയോട് പറഞ്ഞു. അതാ ആന്റി സമ്മതിച്ചത്. ഓ ഐ സീ. ദേ നീ കള്ളം പറയുന്നല്ലോ അല്ലേ? എന്നെ നിനക്ക് വിശ്വാസമില്ലാത്തോണ്ടാ ഈ സംശയം. പക്ഷെ നിന്നെ പ്രസവിച്ച അഖില മാഡത്തിന് നിന്നെയാ സംശയം. അതറിയൂ നിനക്ക്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മയ്ക്ക് എന്നെ സംശയമാണെന്ന് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ സത്യം. ഈ നിശ്ചയം നീട്ടിവെക്കുന്നത് എനിക്ക് തന്നെയാ റിസ്ക്. അരവിന്ദ് എപ്പോ വേണമെങ്കിലും മനസ്സ് മാറ്റുന്നവനാണെന്ന് അഖിലാന്റി തന്നെ എന്നോട് പറഞ്ഞു. നിന്നെ ഒട്ടും വിശ്വാസമില്ലാത്തോണ്ടല്ലേ അഖിലാന്റി അങ്ങനെ പറഞ്ഞത് അല്ലേ? അതെ. ഇൻഫാക്ട് നിന്നെ പ്രസവിച്ച അമ്മയ്ക്ക് പോലും ഇല്ലാത്ത വിശ്വാസ ഇപ്പൊ ഞാൻ നിന്നോട് കാണിക്കുന്നത്. അതിന് ഒരൊറ്റ റീസൺ എനിക്കുള്ളൂ. ഞാൻ നിന്നെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് നിന്നെ വേണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. എന്നെ വിശ്വസിക്ക. ദേ ഇപ്പൊ നീ പറഞ്ഞത് ഞാൻ ചെയ്തു. ഇനി നീ പറഞ്ഞ വാക്ക് പാലിക്കണം. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യ് പ്ലീസ്. പ്ലീസ് ഒന്നും വേണ്ട. ആ വീഡിയോ അമ്മയെ കാണിക്കണായിരുന്നെങ്കിൽ ഞാനത് അന്നേ ചെയ്തേനെ. ഇവിടെ ഇപ്പം നീയാ എന്നെ മനസ്സിലാക്കാനുള്ളത്. യു നോ വാട്ട്, നിന്റെ ഈ പണക്കൊഴുപ്പും അഹങ്കാരവും ആണിനനുസരിക്കാത്ത ഈ മനോഭാവവുമാണ് നിന്നെ ഞാൻ വെറുക്കാൻ കാരണം. പക്ഷേ നിന്നെ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അത് വെറും വാക്കല്ല, അരവിന്ദ് പാലിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ വാക്കാ. പക്ഷേ അതിനു മുമ്പ് നീ നിന്റെ സ്വഭാവം പൂർണ്ണമായി മാറ്റി എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ളൊരു പെണ്ണാവണം. അതിനാ ഞാൻ നിശ്ചയം 1 മാസം കൂടി നീട്ടിവെക്കാൻ പറഞ്ഞത്. കല്യാണം ഒരിക്കലുള്ളൂ നന്ദനെ. അത് നമ്മളെ പൂർണ്ണമായി മനസ്സിലാക്കിയവരോടൊപ്പം ആയിരിക്കണം. അല്ലെങ്കിൽ അതൊരു വലിയ പരാജയമാവും. നോക്ക്, നിനക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണായിട്ട് ഈ നന്ദന മാറും. നിശ്ചയത്തിന് മുന്നേ തന്നെ നിന്റെ മനസ്സിലുള്ള നന്ദനായിട്ട് തന്നെ ഞാൻ മാറി കാണിക്കും. നല്ലവരായിട്ട് അഭിനയിക്കാൻ എളുപ്പം നന്ദനെ. നല്ലവരായിട്ട് ജീവിക്കാനാ ബുദ്ധിമുട്ട്. മാറി നോക്ക്, അപ്പറിയാ അതിന്റെ ബുദ്ധിമുട്ട്. ഇതാ എന്റെ മൊബൈല്. നീ തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് നാളെ തന്നാ മതി. പേടിക്കണ്ട, രാത്രിയും പകലും ഇല്ലാതെ ഒരു പെണ്ണ് ഇതിലേക്ക് വിളിക്കില്ല. അപ്പൊ ഗുഡ് നൈറ്റ്.
ചായ. ഇത് അനന്തിന് നന്നായിരിക്കും അല്ലേ? ഈ കളർ അവന് നന്നായി ചേരുമെന്ന് തോന്നുന്നു. അവന് ഏത് ഡ്രസ്സും സ്യൂട്ടബിളാ. പക്ഷെ ബർത്ത്ഡേക്ക് നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സ് പോരേന്നാ എന്റെ ഒരു സംശയം. ആനന്ദിനിങ്ങനെ ന്യൂജൻ ഡ്രസ്സൊന്നും വേണ്ട. അത് നേരാ. ഈ കോളേജ് വിട്ടു വരുന്ന ചില പിള്ളേരെ കാണുമ്പോഴേ പിച്ചക്കാരെക്കാളും കഷ്ടം. ചോദിച്ചാ എന്തോ പറയുന്ന കേക്കാം. ഫ്രീക്കെന്നോ ക്രീക്കെന്നോ എന്തോ ഒരു കീർക്ക്. അത് നീ പറഞ്ഞത് കറക്റ്റാ. ഇവിടെ ഒരാള് അങ്ങനെ കുറെ വേഷം കെട്ടിയതാ. അച്ഛാ, അത് അച്ഛൻ അറിയാത്തോണ്ടാ. ഓ ഉം. ഞങ്ങൾ ഈ ന്യൂജൻ പിള്ളേരെന്ന് വെച്ചാലേ ഒരു സംഭവമാ. ഓഹോ. ഈ നാട്ടിൽ എന്ത് കാര്യം വിജയിക്കണമെങ്കിലും ഞങ്ങൾ വിചാരിച്ചാലേ അത് നടക്കൂ. അതിപ്പോ ഒരു ഹർത്താൽ നടത്താനാണെങ്കിലും ശരി, വെള്ളപ്പൊക്കത്തുനിന്ന് ആൾക്കാരെ രക്ഷിക്കാനായാലും ശരി, ഞങ്ങൾ തന്നെ വേണം. എന്തേ, തർക്കിക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ ആർക്കെങ്കിലും? അയ്യോ, അങ്ങനെ ഒരു സാഹസത്തിനൊന്നും ഞങ്ങളില്ലേ. തൃച്ചംബരത്തേതായാലും ന്യൂജൻ പരിഷ്കാരങ്ങൾ ഒരുപാടങ്ങ് അനുവദിക്കുന്നതല്ല. അഖില ഇന്ന് ആനന്ദിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ചുള്ള ഡ്രസ് ഇടാനാ. പാരമ്പര്യം എന്ന് പറയുമ്പോ ഈ പാളത്താറും ഓലക്കൂടെയൊക്കെ വെച്ചിട്ട് ഉം. അങ്ങനെയാണോ? ഒരു തനി നാടൻ സ്റ്റൈലില്? പോടാ. നീ നിന്റെ അമ്മയെ കളിയാക്കിയൊന്നും വേണ്ട. ആനന്ദ് ഇപ്പൊ അണിഞ്ഞുകൊണ്ട് വരാൻ പോകുന്നതേ നിന്റെ മുത്തച്ഛന്റെ സ്വന്തം ഡ്രസ്സുകളാണ്. നല്ല കസാവും മുണ്ടും ഷർട്ടും വേസ്റ്റും ഒക്കെ ആയിട്ട് താനെ കേരള സ്റ്റൈൽ. മുത്തശ്ശന്റേതെന്ന് പറയുമ്പോ അഖിലേച്ചിയുടെ അച്ഛൻ റായ് ബഹദൂർ പട്ടം കിട്ടിയ പത്മനാഭ മേനോന്റെ ഡ്രസ്സ് അല്ലേ? അതെ, പണ്ട് കൊട്ടാരത്തിൽ നിന്ന് തമ്പുരാൻ നേരിട്ട് നൽകിയ നേരിയതും അതിന്റെ കൂടെ ഉണ്ട്. ഓ, ഇപ്പോഴും പുത്തൻ പളവളപ്പ. ആ, എന്നാലേ ആ പളവളപ്പിത ആകാശമാർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ദേ ഏട്ടം വരുന്നു. ആ പളവളപ്പിത ആകാശമാർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ദേ ഏട്ടം വരുന്നു. അതേ കണ്ണുകൾ, അതേ ഗാംഭീര്യം, മുത്തശ്ശനെ വാർത്തു വച്ചതുപോലെ. മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള തന്റെ ഇടവും വീഴുമോ എന്ന ഭയവുമല്ല, വീണാലും എഴുന്നേൽക്കുമെന്ന ചങ്കുറപ്പാണ് വിജയം നേടിത്തരുന്നതെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. പ്രവൃത്തിയിലൂടെ അത് തെളിയിച്ചവനാ നീ. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ സൺ. എന്റെ മോൻ എന്നും ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്നത് കാണാനാ ഈ അമ്മയ്ക്കിഷ്ടം. ഏയ്, എന്താ അമ്മ ഇങ്ങനെ? ബിസിനസ് ലോകം പെൺസിംഹം എന്ന് വിളിക്കുന്ന അമ്മ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് ഇമോഷണൽ ആവാന്ന് വെച്ചാ? അതെ അഖില, ചിരിച്ച മുഖമാ നിനക്കെപ്പോഴും ഐശ്വര്യം. അതെ, അതിപ്പോ അഖിലാണ്ടേശ്വരി എന്നുള്ള പേര് മാറ്റി ഐശ്വര്യ എന്നാക്കിയാലും മതി. ഐശ്വര്യം വന്നോളൂ. തൃച്ചംബരത്ത് ഐശ്വര്യ മേഡം എങ്ങനെയുണ്ട്? ഒന്ന് പോടാ.